Good afternoon. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? ഓക്സിജൻ വരെ കംപ്ലീറ്റ് ആയി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണം. ശരി, തേർഡ് വൺ അല്ലേ? ഓക്കെ, വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങി തുടങ്ങാം കേട്ടോ. കുറച്ച് ടൈപ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ്, അപ്പൊ ഓക്സിജൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ എയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേർഡ് വൺ ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, CO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് യൂസ്ഡ് ഫോർ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ഫോർ ലെസ് ഇൻവേസീവ് സർജറീസ് ലൈക്ക് ലാപ്രോസ്കോപ്പി എന്നാണ് കേട്ടോ. അവിടെ നിങ്ങളിൽ കറക്റ്റ് അല്ല എങ്കിൽ ഒന്ന് കറക്റ്റ് ആക്കാം. ലാപ്രോസ്കോപ്പി എന്നാക്കാം കേട്ടോ. അതാണ് ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, endoscopy and cryotherapy, as well as for respiratory stimulation during and after anesthesia. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ്ഡ് ഫോർ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്, അതായത് വളരെ ചെറിയ രീതിയിലുള്ള ലെസ് ഇൻവേസീവ് സർജറി എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കാത്ത സർജറികൾ, ചെറിയ രീതിയിലുള്ള മുറിവോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ പോലും ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ പോലെ ഉള്ള ശസ്ത്രക്രിയകളും, അതുപോലെ തന്നെ ആർത്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്ധികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്, ജോയിന്റ് പ്രോബ്ലംസ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ചികിത്സിക്കുന്ന ഒരു ശസ്ത്രക്രിയാ മാർഗമാണ്. അപ്പൊ വലിയ ചെറിയ രീതിയിലുള്ള ഒരു ട്യൂബ്, ആർത്രോസ്കോപ്പ് എന്ന് പറയുന്ന ചെറിയൊരു നേർത്ത ട്യൂബ് സന്ധിയിലേക്ക് കടത്തിവിട്ട് അവിടെ ക്യാമറ ഉപയോഗിച്ച് സ്ക്രീനിൽ നമുക്ക് അവിടുത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അവിടുത്തെ ഫ്ലൂയിഡ് കാര്യങ്ങളോ ലെവലൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെ ചെറിയ രീതിയിലുള്ള ഒരു മുറിവ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള സർജറിക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മുറിവുകളോ കാര്യങ്ങളോ ഇവിടെ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ എൻഡോസ്കോപ്പി ആണെങ്കിലും ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് അല്ലെ. ഡോക്ടേഴ്സ് നമ്മുടെ ബോഡിയുടെ ആന്തരിക ഭാഗങ്ങളെ വ്യൂ ചെയ്യാനായിട്ട് ഒരു എൻഡോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ലോങ് ആയിട്ടുള്ള തിൻ ഫ്ലെക്സിബിൾ ട്യൂബ്, ലൈറ്റും ക്യാമറ ഒക്കെ സജ്ജീകരിച്ചുകൊണ്ട് ഇറക്കിയിട്ടാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതുപോലെ ക്രയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്ത് ഒരു ഡ്രൈ ഐസിന്റെ രൂപത്തില് കാർബൺ ഡൈ ഓക്സൈഡ് ഈ ക്രയോതെറാപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതായത് പ്രൊസീജിയർ ഫ്രീസ് ആൻഡ് ഡിസ്ട്രോയ്സ് ദ അബ്നോർമൽ ടിഷ്യൂസ്, ഇപ്പൊ മോൾസ് ഒക്കെ ഇല്ലേ, അതായത് അരിമ്പാറ, അതുപോലെ തന്നെ നമ്മുടെ മറുക്, കറുത്ത മറുക് അല്ലെങ്കിൽ കാക്കപ്പുള്ളി അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അതൊക്കെ എന്ത് ചെയ്യാനായിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ, അത്തരം ടിഷ്യൂസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട്, അത്തരം ടിഷ്യൂസിനെ ഫ്രീസ് ചെയ്യാനും അതിന്റെ ബ്ലഡ് സർക്കുലേഷൻ നഷ്ടപ്പെടുത്താനും അതിനുശേഷം അത് ഡിസ്ട്രോയ് ചെയ്ത് കളയാനും ഒക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്ന ക്രയോതെറാപ്പികളുണ്ട്. ഇത്തരം കേസുകളിലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡ്രൈ ഐസ് ഫോമിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. ഇത്തരം സിറ്റുവേഷൻ ഇപ്പൊ ഈ ലാപ്രോസ്കോപ്പി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ആയിക്കോട്ടെ, ആർത്രോസ്കോപ്പി ആയിക്കോട്ടെ, എൻഡോസ്കോപ്പി ആയിക്കോട്ടെ, അത് ചെയ്യുന്ന സമയത്ത്, ആ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് എന്നാ പറയും. അതായത് ഇത് ഇൻസഫ്ലേറ്റ് ചെയ്യാന്ന് ഊതി തീർപ്പിക്കുന്ന പോലെ. ഇപ്പൊ നമ്മുടെ എന്താണ് ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, അവർ പറയും ഇങ്ങനെ നമ്മുടെ വയറ് വീർക്കുന്നത് പോലെ തോന്നുന്നത് ഇല്ലേ. ആ ഒരു വയറിന്റെ ഭാഗത്ത് ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്തവരാണെങ്കിൽ വയറ് വീർക്കുന്നത് പോലെ അല്ലെങ്കിൽ വീർത്തു വരുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യും. അതായത് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ സർജൻസിനൊക്കെ ആണെങ്കിൽ ആ ഒരു ചെയ്യുന്ന പ്രൊസീജിയർ ചെയ്യുന്ന ഒരു ചെറിയ സർജറി ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്, ഒരുപാട് മുറിവുണ്ടാക്കുന്ന പ്രൊസീജിയർ ഒന്നുമല്ല. അത്തരം സിറ്റുവേഷനിൽ അവർക്ക് ആ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ് ആ ഒരു ബോഡി ക്യാവിറ്റിയിലേക്ക് നമ്മുടെ ഇൻഫ്ലേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് കൊടുത്ത ആ ഒരു ഭാഗത്തെ വീർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ വികസിപ്പിക്കുമ്പോൾ നമുക്കൊരു 3 ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആ ഒരു ഏരിയയിൽ സർജന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ
സർജൻ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്പേസിൽ നന്നായി ഇന്ന് വർക്ക് ചെയ്യാനും നല്ല സ്പേസ് ആ ഒരു സർജറി ക്ലിയർ ആയിട്ടുള്ള ഒരു വർക്കിംഗ് സ്പേസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ വളരെ കൃത്യമായിട്ട് ആ പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ആണ് ഈ പറയുന്ന ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, നമ്മുടെ ജോയിന്റ്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കണ്ടെത്താനായിട്ട്, എൻഡോസ്കോപ്പി നമ്മുടെ ഇൻസൈഡ് വ്യൂ ഓർഗൻസിന്റെ അതുപോലെ നമ്മുടെ ബോഡിയുടെ ഇൻസൈഡിന്റെ വ്യൂ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്, അതുപോലെ ക്രയോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഡ്രൈ ഐസിന്റെ രൂപത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസ് ആയിട്ടുള്ള വാർഡ്സ്, മോൾസ് മുതലായിട്ടുള്ള വേണമെങ്കിൽ ഡിസ്റ്റോർ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ, അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റിമുലേഷനും ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വഴി കൊടുക്കുന്നുണ്ട്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് മേ ബി പൈപ്ഡ് ഇൻ ലാർജ് ഹോസ്പിറ്റൽസ് ബട്ട് മോർ ലൈക്ലി കംസ് ഫ്രം എ ടാങ്ക്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇതുപോലെ തന്നെ പൈപ്പിംഗ് സിസ്റ്റത്തിലൂടെ ഹോസ്പിറ്റലിൽ കൊടുക്കാറുണ്ട്. ബട്ട് മോർ ലൈക്ലി സാധാരണ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ടാങ്കുകളിലായിരിക്കും കാണാം. വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പൈപ്പിംഗ് സംവിധാനങ്ങൾ വഴിയും കാർബൺ ഡൈ ഓക്സൈഡ് ഹോസ്പിറ്റലിൽ വിടാറുണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെ സർജറിയുമായി ബന്ധപ്പെട്ട്, ഏതൊക്കെ ഇൻവേസീവ് സർജറി, ലെസ് ഇൻവേസീവ് സർജറിയുമായി ബന്ധപ്പെട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത് എന്നൊന്ന് നോക്കി വെക്കണം കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേ, വേഗം ഒന്ന് വായിച്ചു നോക്കിയത് കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാ. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് നൈട്രജൻ. നൈട്രജൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ ലിക്വിഡ് ആയിട്ടുള്ള നൈട്രജൻ ആണ്. നൈട്രജൻ ഈസ് എ മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഫോർ cryosurgery to remove some cancers and skin lesions, and also for the storage of tissues, cells and blood in cryogenic temperature to avoid oxidation of the samples. ഇവിടെ നൈട്രജൻ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ക്രയോ സർജറിക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്രയോ സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള നൈട്രജൻ, നമ്മുടെ ക്രയോ സർജറിയും ക്രയോ തെറാപ്പിയൊക്കെ ഏകദേശം ഒരേ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷെ ഇവിടെ ക്രയോ സർജറി എന്ന് പറയുമ്പോൾ ശസ്ത്രക്രിയയിലൂടെ നമ്മളത് റിമൂവ് ചെയ്യാണ്. അപ്പൊ അവിടെ ഈ പറയുന്ന എന്താണ് ലിക്വിഡ് ആയിട്ടുള്ള നൈട്രജൻ യൂസ് ചെയ്തുകൊണ്ട് അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള ടിഷ്യൂസ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള സ്കിൻ ലേഷൻസ് അല്ലെങ്കിൽ ഇപ്പൊ സ്കിന്നിലുള്ള വാർഡ്സ് ആവാം, അരിമ്പാറകളാവാം, മറുകുകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്രോത്ത് ആവാം, അത്തരം കാര്യങ്ങൾ ഇപ്പൊ ക്യാൻസറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് അത്തരത്തിൽ അത് എന്തിലൂടെ അങ്ങനെ ഒരു വാർഡ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമ്മുടെ ബോഡിയിൽ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ട് അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യുന്നു, ശസ്ത്രക്രിയയിലൂടെ പൂർണ്ണമായിട്ടും ഇതിനെ എന്ത് ചെയ്യുന്നു, ഈ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഫ്രീസ് ചെയ്ത് അത് ഡിസ്ട്രോയ് ചെയ്യും. അങ്ങനെ ഫ്രീസ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ അതിലേക്കുള്ള ബ്ലഡും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, ആ ഒരു ബ്ലഡ് കണക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുകയും ആ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർജറിയിലൂടെ പൂർണ്ണമായിട്ടും ആ ഒരു ഭാഗത്തെ റിമൂവ് ചെയ്ത് കളയാനും സാധിക്കുന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന ക്രയോ സർജറിയുമായി ബന്ധപ്പെട്ട് ഈ നൈട്രജൻ മെഡിക്കൽ ഗ്യാസ് നൈട്രജൻ എന്ന് പറഞ്ഞ മെഡിക്കൽ ഗ്യാസ് വളരെയധികം ഉപകാരപ്രദമാണ്. റിമൂവ്സ് ഓഫ് ക്യാൻസേഴ്സ്, അതുപോലെ തന്നെ സ്കിൻ ലേഷൻസ്, അപ്പൊ അബ്നോർമൽ ആയിട്ടുള്ള ഗ്രോത്തുകൾ, ക്യാൻസറസ് ആയിട്ടുള്ള അബ്നോർമൽ ഗ്രോത്തുകൾ, അതുപോലെ നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഗ്രോത്തോ അല്ലെങ്കിൽ
എന്തെങ്കിലും വാട്സ് അരിമ്പാറകളോ മറുകുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്രയോ സർജറി ഉപയോഗിച്ച് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ആ ഭാഗത്തെ ഫ്രീസ് ചെയ്യാനും അത്തരം അബ്നോർമൽ ടിഷ്യൂസിനെ ഫ്രീസ് ചെയ്യാനും അതിനെ ഡ്രൈ ചെയ്യാനും അതിനെ ഡിസ്ട്രോയ് ചെയ്യാനും നമുക്ക് ഈ ഒരു ലിക്വിഡ് നൈട്രജൻ പ്രയോജനപ്രദമാണ്. അതോടൊപ്പം തന്നെ ടിഷ്യൂസ്, സെൽസ്, ബ്ലഡ് മുതലായവയുടെ അപ്പൊ നമ്മൾ ചിലപ്പോൾ ബോഡിയിൽ നിന്ന് അനാലിസിസിന് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടോ എടുത്ത ടിഷ്യൂസ് ആയിക്കോട്ടെ, സെൽസ് ആയിക്കോട്ടെ, ബ്ലഡ് ആയിക്കോട്ടെ, ഇതൊക്കെ കൃത്യമായിട്ടൊരു ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ മൈനസ് ആയിട്ടുള്ള ടെമ്പറേച്ചറുകളാണ്. അപ്പൊ അത്രയും മൈനസ് ടെമ്പറേച്ചറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനും ഇതിന്റെ ആ ഒരു സാമ്പിളിന്റെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ അത് നശിച്ചു പോകുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഈ ഒരു നൈട്രജൻ ഗ്യാസ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ഗ്യാസ് മിക്സ്ചർ ഫോർ ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്. അതുപോലെ തന്നെ ലങ്സിന്റെ ഫംഗ്ഷൻ ടെസ്റ്റുകൾ പ്രവർത്തനം എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയുള്ള LFT ടെസ്റ്റുകൾ നടത്താറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ മെഡിക്കൽ ഗ്യാസുകളുടെ കൂടെ ഈ ഒരു നൈട്രജൻ അല്ലെങ്കിൽ മെഡിക്കൽ ഗ്യാസ് ആയിട്ട് ഈ ഒരു നൈട്രജൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നൈട്രജൻ ആസ് എ ഗ്യാസ് ഈസ് യൂസ്ഡ് ടു പവർ ടൂൾസ് ഇൻ പ്ലേസസ് വേർ ദേ ഡു നോട്ട് ഹാവ് ഇൻസ്ട്രുമെന്റ് എയർ. ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെ പവർ അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഉത്തേജിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് പ്രവർത്തനക്ഷമമാക്കാനായിട്ട് ചില കേസുകളിൽ നൈട്രജൻ ഗ്യാസ് യൂസ് ചെയ്യാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് കംസ് ഫ്രം എ മൾട്ടിപ്പിൾ ഓഫ് സിലിണ്ടേഴ്സ് ആൻഡ് ഈസ് പൈപ്ഡ് അറ്റ് പ്രഷർ വിത്ത് എ അലാം സിസ്റ്റം അറ്റ് ദ സോഴ്സ് ആൻഡ് ഓൺ ദ യൂസ് സൈറ്റ്. അതുപോലെ തന്നെ ഇത് മോസ്റ്റ് ഓഫ് ദ ഇത് പല സിലിണ്ടറുകളിലായിട്ടാണ് നമുക്ക് ഈ ഒരു നൈട്രജൻ ഗ്യാസ് അവൈലബിൾ ആയിട്ട് കിട്ടുക. അത് കൃത്യമായിട്ടുള്ള പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ കൃത്യമായ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിന് കൃത്യമായ ഒരു അലാം സംവിധാനം ആ ഒരു സോഴ്സിൽ നിന്ന് കടത്തി വിടുമ്പോഴും അവിടെ ഒരു അലാം സംവിധാനം ഉണ്ടാവും. യൂസ് ചെയ്യുന്ന സൈറ്റിലും ഒരു അലാം സംവിധാനം ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ നൈട്രജൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുന്നത് മെഡിക്കൽ ഗ്യാസ് ആണ്. അത് ക്രയോ സർജറി അതായത് നമ്മുടെ ബോഡിയിലുള്ള ക്യാൻസറസ് ആയിട്ടുള്ള ടിഷ്യൂസ്, അതുപോലെ സ്കിൻ ലേഷൻസ് ആൻഡ് എന്താണ് സ്കിൻ ലേഷൻസ് പറഞ്ഞാൽ സ്കിന്നുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന അബ്നോർമൽ ആയിട്ടുള്ള വാട്സ്, മോൾസ്, അതായത് അരിമ്പാറകള്, മറുകുകള്, കക്കപ്പുള്ളികള് അങ്ങനെയുള്ള കാര്യങ്ങളും ക്യാൻസറസ് ആയിട്ടുള്ള അബ്നോർമൽ ഗ്രോത്തുകളും ഒക്കെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഈ സർജറിയിലൂടെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നൈട്രജൻ യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു ക്രയോ സർജറിക്ക് വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ തന്നെ സാമ്പിളുകളായിട്ട് എടുത്തിട്ടുള്ള ടിഷ്യൂസോ സെൽസോ ബ്ലഡോ ഒക്കെ വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ, വളരെ മൈനസ് ടെമ്പറേച്ചറുകളിൽ കീപ്പ് ചെയ്യാനും അത്തരം സാമ്പിളുകൾ ഓക്സിഡേഷൻ അതായത് ഡിസ്ട്രോയ് ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ അത് നശിച്ചു പോകുന്നതിനെ തടയാനും ഈ ഒരു നൈട്രജൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് പല മെഡിക്കൽ ഗ്യാസ് ലങ് ഫംഗ്ഷൻ ടെസ്റ്റുകൾ ചെയ്യുന്നതിന്റെ കൂടെ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസുകളിൽ ഒരു മിക്സർ ആയിട്ട് ഈ ഒരു നൈട്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല മെഷീനുകളും പവർ ടൂൾസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പവർ ടൂൾസ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട് പവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത്തരം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ട എയർ ഇല്ല എങ്കിൽ പകരം നമ്മൾ നൈട്രജൻ എയർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ നൈട്രജൻ ഒക്കെ നമ്മുടെ കാറിന്റെ ഒക്കെ യൂസ് ചെയ്യാറില്ലേ? കാറിന്റെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ടയറുമായി ബന്ധപ്പെട്ടൊക്കെ കണ്ടിട്ടില്ലേ? പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോ നൈട്രജൻ എയർ ആണോ അതോ ഫ്രീ എയർ ആണോ വേണ്ടതെന്നൊക്കെ ചോദിക്കാറില്ലേ? അത്തരം കേസുകൾ അപ്പൊ അങ്ങനെയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനൊക്കെ നമ്മൾ ഈ ഒരു എയർ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻസ്ട്രുമെന്റ് എയർ ഇല്ല എങ്കിൽ പകരം നമ്മൾ ഈ ഒരു എയർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സിലിണ്ടറുകളിലായിട്ടായിരിക്കും കാണുക. പൈപ്പിംഗ് സംവിധാനത്തിലൂടെ കൃത്യമായ പ്രഷറിലായിരിക്കും അത് കടത്തിവിടുന്നത്. അത് കടത്തിവിടുന്ന ആ ഒരു സോഴ്സിലും ഒരു അലാം സംവിധാനം ഘടിപ്പിച്ചിട്ടുണ്ടാവും. അത് വിതരണം ചെയ്ത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആ ഒരു സൈറ്റിലും അലാം സംവിധാനം ഘടിപ്പിച്ചിട്ടുണ്ടാവും. വേഗം ഒന്ന് വായിച്ചു നോക്കി. നൈട്രജൻ ഇപ്പൊ ക്രയോ സർജറിക്ക് വേണ്ടി നമ്മുടെ ക്യാൻസറസ് ആയിട്ടുള്ള സ്കിൻ ലേഷൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് ക്രയോ സർജറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ് കേട്ടോ. നമ്മുടെ ക്രയോസ് തെറാപ്പിക്ക് വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡ് പറഞ്ഞെങ്കിലും അത് ചെറിയ രീതിയിൽ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ഒരു ക്രയോ സർജറിക്ക് വേണ്ടി മേജർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നൈട്രജൻ ഗ്യാസ് ആണ് കേട്ടോ.
ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയോ വായിച്ച? ഓക്കെ. Then next one ആണ് nitrous oxide. Nitrous oxide എന്ന് പറഞ്ഞാൽ is a medical gas commonly known as laughing gas. ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാ ട്ടോ. laughing gas എന്ന് പറയുന്നത് ചിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന commonly അറിയപ്പെടുന്ന മെഡിക്കൽ ഗ്യാസ് ആണ് nitrous oxide എന്ന് പറയുന്നത്. This medical gas is used in numerous surgical procedures as both as anesthetic and analgesic. ഇത് ഈ ഒരു മെഡിക്കൽ ഗ്യാസിനെ പല സർജിക്കൽ പ്രൊസീജിയേഴ്സിലും ഇത് ഉപയോഗിക്കാറുണ്ട്. അനസ്തെറ്റിക് ആയിട്ടും അതുപോലെ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് അനസ്തെറ്റിക് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അനാൽജസിക് അല്ലെ, വേദന സംഹാരി എന്ന രീതിയിലും ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ചോദിക്കാറുണ്ട് കേട്ടോ, ഏത് മെഡിക്കൽ ഗ്യാസ് ആണ് കോമൺലി നോൺ ആസ് ലാഫിംഗ് ഗ്യാസ് അല്ലെങ്കിൽ ചിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത്? ഈ ഒരു നൈട്രസ് ഓക്സൈഡുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ഒരു തമിഴ് ഫിലിമാണ്, കണ്ടിട്ടുണ്ടോ? ഒരു വിജയുടെയാന്ന് തോന്നുന്നു. വിജയുടെയാണ്, മിസ് അത് കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. ഒരു മരണ സീനില് ഒരു വില്ലൻ വന്നിട്ട് ചിരിക്കുന്നത് ഈ ഒരു ഗ്യാസിന്റെ ഇതില് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ആ ഒരു സിനിമ. അത് ഈ ഒരു ഗ്യാസ് ആണ് കേട്ടോ അവരോട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് നൈട്രസ്. അതിന് ഒരുപാട് മെഡിക്കൽ യൂസുകളുണ്ട്. മാത്രമല്ല കേട്ടോ, ഒരുപാട് അനസ്തേഷ്യയുമായി അനസ്തെറ്റിക് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അനാൽജസിക് വേദന സംഹാരിയായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ആണ് നൈട്രസ് ഓക്സൈഡ്. അതിന് കോമൺലി അറിയപ്പെടുന്ന പേരൊന്നും പേര് ഓർക്കുന്നില്ല. ഭൈരവ എന്നാണ് ആ ഫിലിമിന്റെ പേര്. ഒരു കുറച്ച് ഭാഗമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. ശരി, അപ്പൊ ഒന്ന് വേഗം വായിച്ചു നോക്കിയ നൈട്രസ് ഓക്സൈഡ് അതെപ്പോഴും ചോദിക്കാറുണ്ടേ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. ലാഫിംഗ് ഗ്യാസ് ഒക്കെ അറിയപ്പെടുന്നത് ഏത് മെഡിക്കൽ ഗ്യാസ് ആണ് കേട്ടോ? നൈട്രസ് ഓക്സൈഡ് കേട്ടോ. ഓക്കെ ആണോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് വാക്കം. വാക്കം ഈ പൈപ്ഡ് മെഡിക്കൽ സർജിക്കൽ വാക്കം സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ പേഷ്യന്റ് ഡ്രെയിനിങ്, ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ. അല്ലെ, വാക്കം എന്ന് പ്രധാനമായിട്ടും ഇപ്പൊ സർജറിയുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഡെന്റൽ മേഖലയുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാറുണ്ട്. അല്ലെ, അപ്പൊ മെഡിക്കൽ സർജിക്കൽ വാക്കം സിസ്റ്റംസ് ഉള്ളത് ഈസ് യൂസ്ഡ് ഫോർ പേഷ്യൻസിന് ഇപ്പൊ സർജറി ചെയ്യുന്ന സമയത്തോ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുന്ന സമയത്തോ പേഷ്യൻസിന്റെ ഫ്ലൂയിഡുകൾ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെ ഇല്ലേ, അത് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആസ്പിരേഷൻസ് ഇപ്പൊ സക്ഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വാക്കം, ഇപ്പൊ നമ്മൾ വാക്കം മെഷീൻസ് യൂസ് ചെയ്യാറുണ്ടല്ലോ അല്ലെ, നമ്മുടെ വീടുകളിലൊക്കെ വാക്കം ക്ലീനേഴ്സ് യൂസ് ചെയ്യാറില്ലേ? അതേ പ്രൊസീജിയർ തന്നെയാണ്. അപ്പൊ സക്ക് ചെയ്തല്ലേ എടുക്കുന്നത് അല്ലെ, ആ ഒരു വാക്കത്തിൽ ആ ഒരു പ്രഷറിൽ സക്ക് ചെയ്തല്ലേ അല്ലെങ്കിൽ ആ സെക്ഷൻ ചെയ്തല്ലേ എടുക്കുന്നത്. അതേ പ്രോസസ്സ് തന്നെ നമുക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാനായിട്ട് വാക്കം സംവിധാനങ്ങളുണ്ട്. ദിസ് മീൻസ് ദാറ്റ് മെഡിക്കൽ വാക്കം ഇൻ ഹോസ്പിറ്റൽ സപ്പോർട്ട് സക്ഷൻ എക്യുപ്മെന്റുകൾ അല്ലെ, അപ്പൊ അങ്ങനെയുള്ള സക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന എക്യുപ്മെന്റുകളെ സാധാരണയായിട്ട് ഒരു വാക്കിംഗ് സംവിധാനമാണ് സാധാരണ അതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാറ്. വാക്കം വിൽ വേരി അക്രോസ് പൈപ്പ് ലൈൻ but is commonly maintained around 75 kilopascal. അത് ആ ഒരു പ്രഷറിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. 75 kilopascal ആണ് സാധാരണ കോമൺ ആയിട്ട് ഈ ഒരു വാക്കം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് പൈപ്പ് ലൈനിലൂടെ പല രീതിയിലായിരിക്കും, പല വാക്കമായിരിക്കും ഉണ്ടാവുക, വ്യത്യാസം ഉണ്ടാവും. എന്നാൽ പോലും കോമൺ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 75 kilopascal എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് ആണ്. അപ്പൊ വാക്കം എന്ന് പറയുമ്പോൾ പൈപ്പ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സർജിക്കൽ വാക്കം സംവിധാനം പേഷ്യൻസിന്റെ ട്രെയിനിങ്ങിനും
ആസ്പിരേഷനും അവരുടെ സക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഫ്ലൂയിഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസോ അതെന്തെങ്കിലും ഒക്കെ വലിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്ത് ഫ്ലൂയിഡ്സ് ഒക്കെ ഡ്രെയിൻ ചെയ്ത് കളയാനോ ഒക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പ്രധാനമായിട്ടും സക്ഷൻ മെഷീൻസ് പോലുള്ള സക്ഷൻ എക്യുപ്മെന്റുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു സംവിധാനം കൂടിയാണ് വാക്വം സിസ്റ്റം. ഇത് സാധാരണയായിട്ട് കോമൺലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 75 കിലോ പാസ്കൽ എന്ന് പറഞ്ഞ റേഞ്ചിലാണ്. വായിച്ചു നോക്കിയ വാക്വം. ഓക്കെ, ക്ലിയർ ആണോ? കഴിഞ്ഞ വായിച്ച ഓക്കെ, ശരി. ലാസ്റ്റ് വണ്ണാണ് കംപ്രസ്ഡ് എയർ. കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഫോർ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി മാത്രമല്ല, നോൺ മെഡിക്കൽ പർപ്പസുകൾക്ക് വേണ്ടിയും കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യാറുണ്ട്. ദ മെഡിക്കൽ യൂസ് ഇൻക്ലൂഡ് ലബോറട്ടറി വർക്ക്, ഇൻഹലേഷൻ തെറാപ്പി ആൻഡ് പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ്. കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴെ നമ്മൾ കംപ്രസ് ചെയ്തിട്ടുള്ള പ്രഷറൈസ്ഡ് ആയിട്ട് നിർത്തിയിട്ടുള്ള എയർസിനെയാണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം എയർ മെഡിക്കൽ പരമായിട്ടുള്ള ഇതിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, നോൺ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. മെഡിക്കൽ യൂസ് എന്ന് പറയുമ്പോൾ ലബോറട്ടറി വർക്കുകൾക്ക് വേണ്ടിയിട്ട് പല മെഷീനുകളുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാം. ഇൻഹലേഷൻ തെറാപ്പി, അവരുടെ ശ്വസന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ്, സർജിക്കൽ പരമായിട്ടുള്ള ടൂൾസുകളൊക്കെ പവർ അപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി. കംപ്രസ്ഡ് എയർ സെവൻ എന്നോട് പറയാം. കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇല്ലേ, അതിനും താഴെ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ അതിനും താഴെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതിനും കുറഞ്ഞ പ്രഷറിൽ വെച്ചിരിക്കുന്ന സൂക്ഷിച്ചിരിക്കുന്ന എയർസിനെയാണ് നമ്മൾ കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം എയറുകൾ നമ്മുടെ മെഡിക്കൽ പരമായിട്ടും യൂസ് ചെയ്യാറുണ്ട്, നോൺ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മുടെ വീടുകളിലൊക്കെ ഗ്യാസ് ഒക്കെ നമ്മൾ എടുക്കാറില്ലേ, അതൊക്കെ നോൺ മെഡിക്കൽ പർപ്പസിന് വേണ്ടി. ഇതിൽ മെഡിക്കൽ പർപ്പസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മെഡിക്കൽ യൂസ് എന്ന് പറയുമ്പോൾ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇൻഹലേഷൻ തെറാപ്പി നമ്മുടെ ശ്വസന പ്രക്രിയയുമായി ബന്ധപ്പെട്ട പല പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർജിക്കൽ ടൂൾസ് പവറപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്രവർത്തനക്ഷമമാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ അതിന്റെ മെഡിക്കൽ യൂസ് ആണ്. അതല്ലാതെ നോൺ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയും ഇത്തരത്തിലുള്ള കംപ്രസ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള എയർസ് യൂസ് ചെയ്യാറുണ്ട്. വെച്ച് കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ സിസ്റ്റം കമ്പോണൻസ്, അതിന്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ആ ഒരു ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് സോഴ്സസ് ഓഫ് സപ്ലൈ അല്ലെ, അതിന്റെ ആ ഒരു വിതരണ സ്രോതസ്സുകൾ ഉണ്ടാവും, ശരിയല്ലേ? പൈപ്പിംഗ് നെറ്റ്വർക്ക് ഉണ്ടാവും അല്ലെ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെയാണ് അത് വിതരണം ചെയ്യുന്നത്. ഇത് ആദ്യമേ മിസ് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ? ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടി മിസ് പറഞ്ഞതില്ലേ, സോഴ്സസ് ഉണ്ടായിരിക്കും, അതിൽ നിന്ന് പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെയാണ് നമ്മൾ ആ ഒരു ഗ്യാസസ് വിതരണം ചെയ്യുന്നത്.
കൃത്യമായിട്ട് കൺട്രോളിംഗ് മെത്തേഡിന് വേണ്ടിയിട്ട് വാൽവുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കൃത്യമായ നിരീക്ഷണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാർണിംഗ് ആൻഡ് അലാം സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് ഉണ്ടായിരിക്കും. ടു സപ്ലൈ ഗ്യാസസ് വിതരണം ചെയ്യാൻ ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും ഉണ്ടായിരിക്കും. ദെൻ സെക്കൻഡറി എക്യുപ്മെന്റ്. ഇത് കൂടാതെ ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിലും ഗ്യാസുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് മറ്റു ഹോസസ്, വയേഴ്സ് മുതലായിട്ടുള്ള മറ്റ് എക്സ്ട്രാ കുറെ അധികം സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറില്ലേ? ഇല്ലേ? സിലിണ്ടറോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഗ്യാസ് സ്റ്റൗവോ മാത്രമല്ല അല്ലെ, അതിന്റെ കൂടെ എന്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്? ട്യൂബ്സോ അല്ലെങ്കിൽ വയേഴ്സ് അല്ലെങ്കിൽ ഹോസസ് യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ? ഇല്ലേ? ലാമ്പ് അല്ലെങ്കിൽ ലൈറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ? അതൊക്കെ സെക്കൻഡറി എക്യുപ്മെന്റുകളിൽ വരും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എക്സ്ട്രാ നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങളും ഇതിന്റെ കൂടെ ഇത്രയും ഉൾപ്പെടുന്നതാണ് ആ ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റം കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് ഓരോന്നും നോക്കുകയാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ആണ് സോഴ്സസ്. സോഴ്സസ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഉറവിടമാണ് അല്ലെ. അപ്പൊ സോഴ്സസ് ആർ റിസർവ്സ് that generate the flow of medical gases through piping networks like manifold system. അപ്പൊ സോഴ്സ് എന്ന് പറഞ്ഞാല് ആ ഉറവിടമാണ്. അതായത് ഗ്യാസുകൾ എവിടെയാണോ അതിന്റെ പ്രധാന സോഴ്സസ്, അതായത് അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ മെഡിക്കൽ ഗ്യാസസിന്റെ ആ ഒരു ഒഴുക്ക് വരുന്നത്. അപ്പോ ആ സോഴ്സസിൽ എന്തായിരിക്കും ഉണ്ടാവുക? സോഴ്സസ് എന്ന് പറയുന്ന ഇടത്ത് എന്തായിരിക്കും ഉണ്ടാവുക? സോഴ്സസ് എന്ന് പറയുന്ന ഭാഗത്ത് എന്തായിരിക്കും ഉണ്ടാവുക? എന്തായിരിക്കും അവിടെ ഉണ്ടാവുക? ആ ഒരു ഭാഗത്ത് ഗ്യാസ് വരണമല്ലോ. അതിനെന്തായിരിക്കും? ഗ്യാസ് എന്തിലായിരിക്കും ഉണ്ടായിരിക്കുക? സിലിണ്ടേഴ്സില് അല്ലേ? ഗ്യാസ് സിലിണ്ടേഴ്സ് അവിടെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ? അതിനെയാണ് ആ സോഴ്സ്. അത് വെക്കുന്ന ആ ഒരു സ്റ്റോറേജ് സിലിണ്ടേഴ്സ് ഉള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സോഴ്സ് എന്ന് പറയുന്നത്, ആ സോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഭാഗം, അതാണ് റിസർവ് എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്ത് ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ നിന്നുള്ള ഗ്യാസ് നമ്മുടെ പൈപ്പ് ലൈൻ നെറ്റ്വർക്കിലൂടെ, പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ അവിടെ നിന്നാണ് ഫ്ലോ ചെയ്യുന്നത്. അത് ക്ലിയർ ആണോ? അപ്പൊ അവിടെയുള്ള മാനിഫോൾഡ് സിസ്റ്റം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതൊന്നുമില്ല കേട്ടോ, വളരെ എളുപ്പമാണ് ഈ ഭാഗം. നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. മാനിഫോൾഡ്സ് അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാലോചിക്കാം കേട്ടോ. ഒരു റൂം, ആ റൂമില് നമ്മളൊരു സോഴ്സ് ആയിട്ട് ആ റൂമിനെയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ പുറത്ത് ഏതെങ്കിലും ഒരു റൂം എടുക്കാം. ആ റൂമില് നമുക്കറിയാം ഒരുപാട് സിലിണ്ടറുകളുണ്ട് അല്ലെ? മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ ടു ബാങ്ക്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വലിയ സിലിണ്ടേഴ്സ്? നമ്മുടെ ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ വലിയ സിലിണ്ടേഴ്സ് കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ? അതുപോലെയുള്ള ഹൈ പ്രഷറിലുള്ള സിലിണ്ടറുകൾ ഓൺ ടു ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ, ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സിലിണ്ടറുകളാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് പോലെ ഒരു സിലിണ്ടർ വെച്ചല്ല ഈ പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ എന്ത് ചെയ്യുന്നത്? ഗ്യാസ് കടത്തിവിടുന്നത്. ഇപ്പൊ ഒരു 4 or 6 സിലിണ്ടേഴ്സ് അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അത് പ്രൈമറി പർപ്പസിന് വേണ്ടി. അതായത് ഇപ്പൊ ഗ്യാസ് കണക്ട് ചെയ്യുന്നത് ആ ഒരു 6 സിലിണ്ടേഴ്സ് ആണെങ്കിൽ ആ ഒരു 6 സിലിണ്ടർ ഇങ്ങനെ അടുപ്പിച്ച് റോയും കോളോ ആയിട്ട് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബാങ്ക്. അതുപോലെ തന്നെ അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ് സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ വീട്ടില് ഉണ്ടാവില്ലേ? ഒരു സിലിണ്ടർ കഴിഞ്ഞാൽ അല്ലെ, ഒരു ഗ്യാസ് സിലിണ്ടർ കഴിഞ്ഞാൽ ബാക്കപ്പ് ആയിട്ട് അടുത്ത ഒരെണ്ണം വെച്ചിട്ടുണ്ടാവില്ലേ? നമ്മൾ ഓർഡർ ചെയ്ത് ഒരെണ്ണോട് വെക്കില്ലേ? എപ്പോഴാണോ ഇത് തീരുന്നത് അപ്പൊ എടുക്കാൻ വേണ്ടിയിട്ട് വെക്കില്ലേ? അതുപോലെ തന്നെ ഇവിടെയും എന്താണ്? 2 ബാങ്ക്സ്, 2 സെറ്റ് ഓഫ് സിലിണ്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഒരു സെറ്റില് ചിലപ്പോ ഒരു 4 or 6 സിലിണ്ടറുകൾ അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതാണ് ഒരു ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ മിസ് പറയുന്നത്? രണ്ടാമത്തെ സെറ്റും ഇതേപോലെ തന്നെ 4 or 6 സിലിണ്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടാ? ബാക്കപ്പിന് വേണ്ടിയാണ്. അതായത് ഈ 6 സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ ഈ 4 സിലിണ്ടേഴ്സ് തീർന്നു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് അത് എടുത്തു വെക്കാലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കണ്ടിന്യൂസ്ലി നമുക്ക് അവിടെ എന്ത് കൊടുക്കണം? ആ ഗ്യാസ് കൊടുക്കണം അല്ലെ, വിതരണം ചെയ്യണം. അപ്പൊ അവിടെ ഒരു സിലിണ്ടറോ അല്ലെങ്കിൽ 2 സിലിണ്ടറോ വെച്ച് കൂട്ടുകാരില്ല.
അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഇത്രയും ഭാഗത്തേക്ക് ഗ്യാസ് വിടണമെങ്കിൽ അതിനനുസരിച്ച് ഗ്രൂപ്പ് ഓഫ് സിലിണ്ടേഴ്സ് ബാങ്കുകളായി അറേഞ്ച് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്നിന് ബാക്ക് ആയിട്ട് മറ്റൊന്നുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇത് അതാണ് ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത്. മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ ടു ബാങ്ക്സ്. രണ്ട് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ബാക്കപ്പ് ടു ദ അതർ, ഒന്നിന് ബാക്കപ്പ് ആയിട്ട് മറ്റൊന്നുണ്ടാവും. ഓക്കെ അല്ലേ? ദെൻ ഡിസൈഡ്സ് ഇപ്പൊ ഈ ഒരു കൺട്രോൾ നമുക്കറിയാം ഒരുപാട് സിലിണ്ടറുകൾ ഉണ്ട്. അപ്പൊ ആ ഒരു സിലിണ്ടർ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു കൺട്രോൾ പാനലും വേണ്ടേ? കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഗുലേറ്റേഴ്സ്. അപ്പൊ പ്രൈമറി സിലിണ്ടറുകളുമായി ബന്ധപ്പെട്ട് നിയന്ത്രണത്തിനുള്ള നമ്മുടെ ഗ്യാസ് സിലിണ്ടേഴ്സിൽ റെഗുലേറ്റേഴ്സ് ഉണ്ട് അല്ലേ? റെഗുലേറ്റേഴ്സ് ഇല്ലേ? അപ്പൊ അത്തരം റെഗുലേറ്റേഴ്സ്, പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ട്, പ്രൈമറി റെഗുലേറ്റർ ഉണ്ട്, സെക്കൻഡറി റെഗുലേറ്റേഴ്സ് ഉണ്ട്, പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്റേഴ്സ് ഉണ്ട്, വാർണിംഗ് ലാമ്പുകളും ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ ഒരു കൺട്രോൾ പാനൽ കൂടി ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഒരു മാനിഫോൾഡ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഴ്സുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പൊ ആ ഒരു പ്രധാനപ്പെട്ട നിങ്ങളുടെ മനസ്സിലൊന്ന് ആലോചിക്കുക. ഒരു റൂം, ആ റൂമില് ഒരുപാട് സിലിണ്ടറുകളുണ്ട്. അതിലൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ സിലിണ്ടേഴ്സ് വെച്ചിരിക്കുന്നത്. അത് ഓരോ ഗ്രൂപ്പും ഓരോരോ ഗ്യാസസിനെ പ്രതിനിധീകരിക്കുന്ന സിലിണ്ടറുകളാണ്. അതിന് കൃത്യമായിട്ട് കുറെ കൺട്രോൾ പാനൽസ് ഉണ്ടായിരിക്കും. അതിനെ പ്രൈമറി ആയിട്ട് റെഗുലേറ്റ് ചെയ്യാൻ സെക്കൻഡറി റെഗുലേറ്റേഴ്സ് ഉണ്ട്, പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുന്നവയുണ്ട്, വാർണിംഗ് ലാമ്പുകളും ഉണ്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ കണ്ടാൽ വാർണിംഗ് ലാമ്പ് എന്ത് ചെയ്യും? അലാം വിടും, അല്ലെങ്കിൽ ലൈറ്റ് കത്തും അല്ലേ? വാർണിംഗ് ലാമ്പുകൾ കത്തും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കൺട്രോൾ പാനലും അതിനോടൊപ്പം ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ സോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയാണ്. ഓക്കെ ആണോ? അത് മനസ്സിലാക്കി അങ്ങനെ ഒരുമിച്ച് നിങ്ങൾ ഒന്ന് മൈൻഡിൽ വെച്ച് ഒന്ന് പഠിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ എളുപ്പമാണ് ഇത് ഈ ഭാഗം. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൂ. ക്ലിയർ ആണോ? അതെ സോഴ്സസ് ഇനി പറയണം സർ. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ശരി. നെക്സ്റ്റ് വൺ ആണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. ഇപ്പൊ സോഴ്സ് കഴിഞ്ഞു. അപ്പൊ സ്രോതസ്സിൽ ഒരുപാട് സിലിണ്ടറുകളുണ്ട്. അതിൽ നിന്ന് കൃത്യമായ കൺട്രോൾ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്യാസ് അവിടെ നിന്ന് വിടില്ലേ? എന്തിലൂടെയാ വിടുന്നത്? പൈപ്പിംഗ് നെറ്റ്വർക്കുകളിലൂടെയാണ് അല്ലെ? പൈപ്പുകൾ അടിച്ചു പോയിട്ടുണ്ടാവും. ആ പൈപ്പിംഗ് നെറ്റ്വർക്കുകളിലൂടെയാണ് ഓരോ ഗ്യാസസും അതാത് ഹോസ്പിറ്റൽ ഏരിയാസിലേക്ക് എത്തുന്നത് അല്ലെ? അപ്പൊ നോക്കിയേ, മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാട്ടർ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദ പൈപ്പ്ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ടു പ്രൊവൈഡ് ഗ്യാസ് ഓർ വാക്വം അറ്റ് ദ എൻഡ് പോയിന്റ് ഓഫ് ടെർമിനൽ യൂണിറ്റ്. അല്ലേ? അപ്പൊ ആ ഒരു മെഡിക്കൽ ഗ്യാസസോ വാക്കോ ഒക്കെ നമ്മുടെ ഈ പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനത്തിലൂടെയാണ് അത് വരിക. അത് എവിടെ വരെ ഉണ്ടാവും? അത് എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റിലേക്ക് എത്തും. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മളൊരു റൂമിലാണ് നമുക്കത് വേണ്ടതെങ്കിൽ അവിടെ സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും. അതാണ് അവിടുത്തെ ടെർമിനൽ യൂണിറ്റ് അല്ലെങ്കിൽ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നല്ലേ നമ്മൾ എക്യുപ്മെന്റ് കണക്ട് ചെയ്ത് ഗ്യാസ് എടുക്കുന്നത് അല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഗ്യാസിന്റെ ടെർമിനൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാ? ഗ്യാസ് സ്റ്റൗ ആണ് അല്ലെ? അതിൽ ഓരോ സ്റ്റൗവും നമ്മൾ കത്തിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് എന്ത് ചെയ്യാവുന്നുണ്ട്? യൂസ് ചെയ്യാം അല്ലേ? അപ്പൊ അത്തരം ടെർമിനൽ യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു എൻഡ് പോയിന്റിലേക്ക് നമുക്ക് മെഡിക്കൽ ഗ്യാസസും വാക്കവും ഈ സോഴ്സിൽ നിന്ന് കിട്ടുന്നത് ഈ പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനത്തിലൂടെയാണ്. ക്ലിയർ ആണോ ആ പോയിന്റ്? മനസ്സിലായോ? ഓക്കെ. Then അടുത്തതായിട്ട് പറയുന്നത് the terminal unit may be either wall mounted or pendant mounted. അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ വാൾസില് ഭിത്തിയില് നമ്മുടെ സ്വിച്ചസ് പോലെ അറേഞ്ച് ചെയ്തിട്ട് ടെർമിനൽ യൂണിറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു പിക്ചർ കണ്ടില്ലായിരുന്നോ? സ്റ്റേഷൻ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ വാൾസിൽ മൗണ്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വിച്ചസ് ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ സീലിംഗിൽ നിന്ന് ഹാങ് ചെയ്തിട്ടുള്ള രീതിയിലും താഴേക്ക് ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിലും എന്തുണ്ടാവാറുണ്ട്? മൗണ്ട് ചെയ്തിട്ടുള്ള ടെർമിനൽ യൂണിറ്റ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകളും ഉണ്ടാവാം. ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് പൈപ്സ്. ഈ ഒരു പൈപ്പിംഗ് സംവിധാനത്തില് പൈപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പർ ആണ് യൂസ് ചെയ്യാറ്.
should be used to make pipes. And moreover, the pipe should be protected. നല്ല ഹൈ ക്വാളിറ്റിയുള്ള കോപ്പർ ഉപയോഗിച്ചുകൊണ്ട് പൈപ്പുകൾ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ പൈപ്പുമായി ബന്ധപ്പെട്ടുള്ള ഫിസിക്കൽ ഡാമേജുകൾ അല്ലെങ്കിൽ കൊറോഷൻസ്, തുരുമ്പ് പിടിക്കല്, അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്നൊക്കെ നമുക്കൊരു സംരക്ഷണവും ഇതുവഴി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ പൈപ്പിനും ഓരോ കളറുകൾ കൊടുത്തിട്ടുണ്ടാവും. ഓരോ ഗ്യാസിനും ഒരു കളർ കോഡ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കുന്നുണ്ട്. ഓരോ ഗ്യാസിനും ഓരോ കളർ കോഡ് ഉണ്ട്. ആ കളർ കോഡുകൾ പ്രകാരമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പൈപ്പിന് കളർ കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ പൈപ്പിങ്ങിലൂടെ ഏത് ഗ്യാസാ വരുന്നത് അല്ലേ? അപ്പൊ കൃത്യമായിട്ട് നമുക്ക് മാറിപ്പോവില്ല. ആ ഓരോ ഗ്യാസും ഓരോ പൈപ്പിലൂടെ കടന്നു വിടും. ഇപ്പൊ ഓക്സിജൻ ആണെങ്കിൽ വൈറ്റ് ആണ്, അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ ലൈറ്റ് ബ്ലൂ ആണ്. അപ്പൊ അങ്ങനെ ഓരോ കളർ കോഡ് കൊടുത്തിരിക്കുന്ന ആ കളർ കോഡ് എന്ത് ചെയ്യുന്ന, കളർ കോഡ് ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്, ഏത് ഗ്യാസ് ആണ് ആ ഒരു പൈപ്പിലൂടെ വരുന്നത് അതിനനുസരിച്ച് കളർ കോഡ് കൊടുത്തിരിക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? പൈപ്പിംഗ് നെറ്റ്വർക്ക് നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കാം. സോഴ്സിൽ നിന്ന് നമുക്ക് മെയിൻ ആയിട്ടുള്ള ടെർമിനൽ, അതായത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു മെഡിക്കൽ റൂമിൽ അല്ലെങ്കിൽ ഒരു ICUവിലേക്ക് എവിടെ ആയിക്കോട്ടെ ആ ഒരു ടെർമിനൽ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എൻഡ് പോയിന്റിലേക്ക് ഗ്യാസ് കിട്ടണമെങ്കിൽ അത് എന്തിലൂടെയാണ് കിട്ടുന്നത്? ഈ പൈപ്പിംഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അത് ചിലപ്പോൾ അവിടെ ആ ഒരു ടെർമിനൽ യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ വാൾ ബൗണ്ടഡ് ആയിരിക്കാം, സ്വിച്ചസ് പോലെ നമുക്ക് ഭിത്തിയിൽ ഘടിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ സീലിംഗിൽ നിന്ന് ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിലും ആവാം. ഈ ഒരു പൈപ്പ് ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പർ ഉപയോഗിച്ചാണ് നിർമ്മിക്കേണ്ടത്. അതിലൂടെ നമുക്ക് ആ ഒരു ഫിസിക്കൽ ഡാമേജ്, ആ ഒരു പൈപ്പിനുണ്ടാവുന്ന ഡാമേജുകളോ തുരുമ്പ് കൊറോഷൻസും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഓരോ ഗ്യാസും ഏത് ഗ്യാസ് ആണോ ആ പൈപ്പിലൂടെ കടത്തിവിടുന്നത് അതിനനുസരിച്ച് കൃത്യമായ കളർ കോഡുകളും ആ പൈപ്പിന് നൽകിയിരിക്കണം. ക്ലിയർ ആണോ? പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് വാൽവ്. There are two types of valve. രണ്ട് ടൈപ്പുള്ള വാൽവ്, രണ്ട് വാൽവ്സ് ആണ്, ടൈപ്സ് ഓഫ് വാൽവ് ആണുള്ളത്. സോൺ വാൽവും സർവീസ് വാൽവും. സോൺ വാൽവ് എന്ന് പറഞ്ഞാൽ are used to isolate large part of the system. That is, rooms for modification and or repair. Besides, zone valves are installed on corridor walls and should be labeled to indicate the room they control. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വാൽവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മുടെ വീടുകളില് ഇപ്പൊ വാട്ടർ കണക്ഷനും കാര്യങ്ങളൊക്കെ വീടാണെങ്കിൽ നമുക്ക് മൊത്തത്തില്, അതായത് വാൽവ് എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വാൽവും അതുപോലെ തന്നെ ഇപ്പൊ സർവീസ് വാൽവ് ഉണ്ട്, സോൺ വാൽവ് ഉണ്ട്. അപ്പൊ അതില് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്, നമ്മുടെ വീട്ടില് വാട്ടർ ടാങ്ക് ഉണ്ട് അല്ലെ, മെയിൻ വാട്ടർ ടാങ്ക് ഉണ്ട്. അതിൽ നിന്ന് വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു വാൽവ് ഉണ്ട്. നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു വാൽവ് അടച്ചു കഴിഞ്ഞാല് വീടിന്റെ ഒരു സ്ഥലത്തേക്കും വെള്ളം കിട്ടില്ല അല്ലേ? ആണോ? ഉണ്ടോ? അങ്ങനെ ഒരു വാൽവ് ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? അത് ഉണ്ട്. അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഇപ്പൊ വാട്ടറുമായി, ആ ടാങ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ട്, ആ മെയിൻ സർവീസ് ഏരിയ അല്ലെങ്കിൽ മെയിൻ സോഴ്സ് ഏരിയയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ലാർജ് ആ ഒരു സംവിധാനത്തിന്റെ ഒരുപാട് ഏരിയാസുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പൈപ്പ് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വെള്ളം പോകുന്ന ആ ഒരു ഏരിയാസുമായി ബന്ധപ്പെട്ട് കുറെ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, ആ ടാങ്ക് വെച്ചിട്ടുള്ള മെയിൻ ഏരിയയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണിക്കാർ വരുമ്പോ ആദ്യം എന്താ വർക്കേഴ്സ് ചെയ്യാം? ആ വാൽവ് അങ്ങ് അടക്കും അല്ലേ? ആ വാൽവ് അടച്ചിട്ടില്ലേ അവര് വർക്ക് ചെയ്യാം? ആണോ? അത് റിപ്പയർ ആക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ വാൽവ് ഓപ്പൺ ചെയ്യുള്ളൂ അല്ലേ? ഇവിടെയും അത് തന്നെ ഉദ്ദേശിക്കുന്ന സോൺ വാൽവ് എന്ന് പറഞ്ഞാല് മെയിൻ വാൽവാണ്, അതായത് ആ സോഴ്സിൽ നിന്ന് വരുന്ന മെയിൻ വാൽവാണ്. അപ്പൊ ആ മെയിൻ വാൽവ് സാധാരണ ഇത് നമ്മുടെ ആ ഒരു കോറിഡോർസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രധാന ഇടനാഴിയുടെ ആ ഒരു വാൾസിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഒരു ബോക്സിലൊക്കെ ആക്കി, കൃത്യമായിട്ട് ഒരു ചില്ലിട്ട് ഒരു ബോക്സിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്തുമായി ബന്ധപ്പെട്ട വാൽവാണ് ഇത്, അല്ലെങ്കിൽ ഏതൊക്കെ റൂമിലേക്കുള്ള മെയിൻ വാൽവുകളാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതൊക്കെ ഏരിയാസിനെ കവർ ചെയ്യുന്ന വാൽവാണ് ഇത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും.
അപ്പോ അങ്ങനെ കൊടുത്തിട്ട് അപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഒരു ഗ്യാസുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഒരു പ്രശ്നങ്ങൾ വന്നു. ഇപ്പൊ ആ ഒരു മെയിൻ സോഴ്സിന്റെ ഏരിയയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ വരും എന്നുള്ള ഒരു അലാം സിസ്റ്റമോ കാര്യങ്ങളോ അടിച്ചു കയറ്റോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ റിപ്പയറോ മോഡിഫിക്കേഷൻസോ നടത്തണമെങ്കിൽ ഈ ഒരു അതിൽ നിന്ന് വരുന്ന, അതായത് സോഴ്സിൽ നിന്ന് വരുന്ന ഗ്യാസിനെ പൂർണ്ണമായിട്ടും നമുക്ക് അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ സോൺ വാൽവ് ഓഫ് ചെയ്താൽ പോരെ. സോൺ വാൽവ് ഓഫ് ചെയ്താൽ പോരെ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? അത് ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇനി സർവീസ് വാൽവ് എന്ന് പറഞ്ഞാല് ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഇതേപോലെ തന്നെ ഓർക്കണം കേട്ടോ. വീട്ടില് ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിലേക്ക് മാത്രം പോകുന്ന ആ വെള്ളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ വേണ്ടി വേറെ വാൽവുകൾ വെച്ചിട്ടില്ലേ? ഇപ്പൊ നമ്മുടെ താഴത്തെ ഫ്ലോറിലേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും റൂമുകളിലേക്ക് പോകുന്നതായിരിക്കാം, വെച്ചിട്ടില്ലേ? അല്ലാതെ വേറെ ചെറിയ ചെറിയ കുറെ വാൽവുകൾ വെച്ചിട്ടുണ്ട് ഇല്ലേ? അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക്, അതായത് അവിടെ നിന്ന് എവിടേക്കൊക്കെയാണോ പൈപ്പ് കണക്ഷൻ പോയിരിക്കുന്നത് അവിടെ മാത്രമേ വെള്ളം കിട്ടാതിരിക്കുള്ളൂ. ഇല്ലേ? ഉണ്ടോ? ഒന്ന് റിപ്ലൈ ചെയ്യുന്ന മിസ്സിനെ മനസ്സിലാവുന്നുള്ളൂ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അതുപോലെ ഇവിടെയും സർവീസ് വാൽവ് എന്ന് പറഞ്ഞാല് ഓരോ പ്രത്യേകമായിട്ടുള്ള ഐസൊലേറ്റ് സർട്ടൻ പാർട്സ് ഓഫ് ദ സിസ്റ്റം, ആ ഒരു പൈപ്പ് ലൈൻ സംവിധാനത്തിലെ ചില ഭാഗങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവുകളാണ്. അപ്പൊ അത്തരം ഏരിയാസില് ഒരു പ്രത്യേക ഭാഗത്ത് ഒരു പ്രശ്നമുണ്ട്, അവിടെ ഈ മെഡിക്കൽ ഗ്യാസുകൾ എത്തുന്നില്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും റിപ്പയറോ മോഡിഫിക്കേഷൻസോ ആവശ്യമാണ് എങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തോട്ടുള്ള ഗ്യാസ് കണക്ഷൻ മാത്രം വിച്ഛേദിച്ചാൽ മതിയല്ലോ, സ്റ്റോപ്പ് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് ഏത് വാൽവ് യൂസ് ചെയ്യാം? ആ ഭാഗത്തേക്ക് ഗ്യാസ് വരുന്ന ഇതിനെ കൺട്രോൾ ചെയ്യുന്ന സർവീസ് വാൽവ് ഓഫ് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? സോൺ വാൽവ് എന്ന് പറഞ്ഞ മെയിൻ വാൽവ് ആണ്, സോഴ്സിൽ നിന്ന് വരുന്നതിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പൊ ഒരുപാട് പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളെയും ആ ഒരു സിസ്റ്റം അതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും? നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സർവീസ് വാൽവ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ സ്പെസിഫിക് ഏരിയാസിനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള വാൽവുകളാണ്. അപ്പൊ ആ ഒരു ഏരിയയിലേക്കുള്ള ഗ്യാസ് എന്താണ് ഫ്ലോ നിർത്തണമെങ്കിൽ നമുക്ക് ആ ഒരു സർവീസ് വാൽവ് ഓഫ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? പിന്നെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ട്ടോ. നോക്കിയേ, സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. ആ ഒരു സംവിധാനത്തിലെ വലിയ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സസ് ആണ് അല്ലെ? ആ ഉറവിടവുമായി ബന്ധപ്പെട്ട്, ദാറ്റ് ഈസ് റൂംസ് ഫോർ മോഡിഫിക്കേഷൻ. ആ ഒരു സോഴ്സുമായി ബന്ധപ്പെട്ട റൂമില് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് നടത്തണമെങ്കിലോ ആ ഭാഗവുമായി ബന്ധപ്പെട്ട റിപ്പയർ നടത്തണമെങ്കിലോ ബിസൈഡ് സോൺ വാൽവ്സ് ആർ ഇൻസ്റ്റാൾഡ് ഓൺ കോറിഡോർസ്, walls and should be labeled to indicate the room that they control. അപ്പൊ അത് സോൺ വാൽവ്സ് എന്ന് പറയുന്നത് ശരി കൃത്യമായിട്ട് ഒരു കോറിഡോറിൽ ഒരു വാൾസില് കൃത്യമായിട്ട് ഒരു ചില്ലിന്റെ ഡോറൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്തായിരിക്കും കൊടുത്തിരിക്കാൻ. ആ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ട് അത് ഏത് റൂമിലെ കൺട്രോൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഏത് ഏരിയയെ കൺട്രോൾ ചെയ്യുന്നതാണെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സാധനം ലോക്കൊക്കെ ചെയ്തായിരിക്കും ഇവിടെ വെച്ചിരിക്കുക. അപ്പൊ അത് അതിൻ്റെതായ അതോറിറ്റീസിന് മാത്രമേ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ അധികാരമുള്ളൂ. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു മെയിൻ ഏരിയ അല്ലെങ്കിൽ ഒരുപാട് വലിയ രീതിയിലുള്ള ആ ഒരു സംവിധാനത്തിലെ വലിയ ഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി ഫർദർ മോർ സർവീസ് വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് certain parts of the system for modification and or repair, therefore they are accessible by the clinical staff. ഇനി സർവീസ് വാൽവ് എന്ന് പറയുന്നത് എന്താണ്? യൂസ്ഡ് ടു ഐസൊലേറ്റ് certain part of the system. ആ സംവിധാനത്തിലെ ചില ഭാഗങ്ങളിൽ മാത്രം ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാൽവുകളാണ് സർവീസ് വാൽവുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഏരിയയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു റിപ്പയർ വേണം അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ നടത്തണം എങ്കിൽ നമുക്ക് ഏത് വാൽവ് ക്ലോസ് ചെയ്താൽ മതി? സർവീസ് വാൽവ് ക്ലോസ് ചെയ്താൽ മതി അല്ലെ? they are accessible by the clinical staff. ഈ വാൽവുകൾ വെച്ചത് കൊണ്ട് മാത്രമേ കാര്യമില്ല, അത് ആർക്ക് ലഭ്യമാവുക അല്ലെങ്കിൽ ആക്സസിബിൾ ആക്കുകയും വേണം. ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് അത് ഉപയോഗിക്കാനും ചെയ്യാനും പറ്റുന്നിടത്തുമായിരിക്കണം അല്ലേ? അവരല്ലേ ആ ഒരു ഗ്യാസുമായി ബന്ധപ്പെട്ട് ഒരു അലാം സിസ്റ്റം അടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ആവശ്യമാണെങ്കിൽ അവർക്കത് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയുന്നിടത്ത് കൂടി ആയിരിക്കണം. ക്ലിയർ ആണോ? സോൺ വാൽവും സർവീസ് വാൽവും മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ആ ഒരു മൂന്നെണ്ണം വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വാൽവ്,
പൈപ്പിംഗ് നെറ്റ്വർക്ക്, സോഴ്സസ്. അത് മൂന്നും ഒന്ന് വേഗം വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് മിസ് നെക്സ്റ്റ് ഭാഗത്തേക്ക് പറയാം. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ? കഴിഞ്ഞു. ഓക്കെ അല്ലേ? വാല്യൂ വരെ ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്. മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ അലാം സംവിധാനങ്ങൾ ഘടിപ്പിക്കാന്നുള്ളത്. ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം ടു ഗിവ് ഇൻഫർമേഷൻ ഫോർ റെസ്പോൺസിബിൾ സ്റ്റാഫ് അബൌട്ട് ദ ഹോൾ പ്ലാന്റ് ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഡിറ്റക്ഷൻ ഓർ ചേഞ്ച് റിക്വയർമെന്റ്സ്. ഇവിടെ നമുക്കറിയാം ഒരു വാർണിംഗ് അല്ലെങ്കിൽ അലാം സംവിധാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ ടു ഗിവ് ഇൻഫർമേഷൻ ഫോർ റെസ്പോൺസിബിൾ സ്റ്റാഫ്, അല്ലെ? ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാഫുകൾക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് അവിടെ കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു ഹോൾ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ആ ഒരു സോഴ്സ് അല്ലെങ്കിൽ ആ ഗ്യാസ് വിതരണം ചെയ്യുന്ന ആ ഹോൾ പ്ലാന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാകും. എന്തെങ്കിലും ഫെയിലിയർ അല്ലെങ്കിൽ എന്തെങ്കിലും തകർച്ച നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടു, അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഷറിൽ വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്, അങ്ങനെയുള്ള അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള റിക്വയർമെന്റ്സിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസ് കണ്ടെത്തി ഒരു ഇൻഫർമേഷൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നതാണ് ഈ വാർണിംഗ് ആൻഡ് അലാം സംവിധാനത്തിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത്. And here, hence, there are two main alarm സംവിധാനം. ഇവിടെ രണ്ട് മെയിൻ ആയിട്ടുള്ള അലാം സംവിധാനങ്ങളുണ്ട്. മാസ്റ്റർ അലാംസും ഉണ്ട്, ഏരിയ അലാംസും ഉണ്ട്. മാസ്റ്റർ അലാം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? എന്തായിരിക്കും? നമ്മൾ വായു പറഞ്ഞ പോലെ തന്നെ മാസ്റ്റർ അലാം എന്ന് പറയുമ്പോൾ മോണിറ്റർ ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സസ് കണ്ടീഷൻ, അല്ലെ? സ്രോതസ്സിന്റെ അല്ലെങ്കിൽ അവിടുത്തെ സോഴ്സുകളുടെ കണ്ടീഷൻ എങ്ങനെയാണ്, മെയിൻ ആയിട്ടുള്ള ഗ്യാസ് ലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അത് നോക്കിയിട്ടുള്ള അല്ല അതിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ മെയിൻ ആയിട്ടുള്ള മാസ്റ്റർ അലാം ആയിരിക്കും എന്ത് ചെയ്യുക, അടിക്കുക. അതേസമയം ഏരിയ അലാംസ് പറഞ്ഞാല് found on alarm panels and their function is to monitor the conditions for specific critical care areas. പ്രത്യേകമായിട്ടുള്ള പരിസരണ ഏരിയാസുമായി ബന്ധപ്പെട്ട് ആ ഏരിയയിൽ മാത്രം എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഫെയിലിയറോ ലീക്കേജോ ഒക്കെ ഉണ്ടെങ്കിൽ അലാം അടിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഏരിയ അലാം സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു കൺട്രോൾഡ് ആയിട്ടുള്ള അലാം പാനലുകൾ വഴി ഓരോരോ ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഏരിയയുമായി ബന്ധപ്പെട്ട ഫെയിലിയറോ അല്ലെങ്കിൽ ലീക്കേജോ പ്രഷർ വേരിയേഷൻസോ ഒക്കെ കാണിക്കുകയാണെങ്കിൽ ആ ഏരിയ അലാം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻ കൊടുക്കുക അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മെയിൻ മാസ്റ്റർ അലാം എന്ന് പറഞ്ഞാൽ മെയിൻ അലാമാണ്, അതായത് സോഴ്സുമായി ബന്ധപ്പെട്ട് ആ ഒരു സിലിണ്ടേഴ്സ് അടിച്ചിരിക്കുന്ന ഏരിയയുമായി ബന്ധപ്പെട്ട് മെയിൻ ആ ഒരു ഗ്യാസ് ലൈനുമായി ബന്ധപ്പെട്ടോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും കൃത്യമായി ഇൻഫർമേഷൻ കൊടുക്കാനുമാണ് മാസ്റ്റർ അലാം സംവിധാനം ഉണ്ടായിരിക്കുക. ക്ലിയർ ആണോ? അത് വാർണിംഗ് ആൻഡ് അലാം സംവിധാനം എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഔട്ട്ലെറ്റ് ആണ് ഇൻലെറ്റ്. ഔട്ട്ലെറ്റ് ആണ് ഇൻലെറ്റ് എന്ന് പറഞ്ഞാല് ആർ പോയിന്റ്സ് അറ്റ് വിച്ച് connections can be made to the medical gas piping system to supply under pressure while inlet supply water. ഇവിടെ എന്താണ് ഔട്ട്ലെറ്റ്, എന്താണ് ഇൻലെറ്റ് എന്ന് പറഞ്ഞു തരാം, എന്നിട്ട് നിങ്ങൾ ഇത് വായിച്ചാൽ മതി. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റേഷൻ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എൻഡ് പോയിന്റ് ആണ്, അല്ലെ? അത് നമ്മൾ ആദ്യമേ പറഞ്ഞതല്ലേ. ഔട്ട്ലെറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഒരു പിക്ചർ കാണിച്ച് നമ്മൾ പറഞ്ഞില്ലേ, എക്യുപ്മെന്റ് ഒക്കെ അതുമായി ബന്ധപ്പെട്ടാണ് കണക്ട് ചെയ്യുന്നത്, അല്ലേ? പറഞ്ഞു. ഓക്കെ, ഇവിടെ ഇൻലെറ്റ് എന്ന് പറഞ്ഞാല്
അപ്പൊ നമ്മുടെ ഗ്യാസുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ചോ. ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ എൻട്രി പോയിന്റ് ആണ്. അതായത് സോഴ്സിൽ നിന്ന് ഗ്യാസ് ഈ ഒരു പൈപ്പ് ലൈൻ സംവിധാനത്തിലേക്ക് എൻട്രി കൊടുക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇൻലെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു എളുപ്പത്തിൽ പറഞ്ഞുതരാം സർ. നമ്മുടെ വീട്ടില് ഗ്യാസ് ഉണ്ട് അല്ലെ? ഗ്യാസിൽ നിന്ന് അവിടെ ഒരു റെഗുലേറ്റർ ഇല്ലേ? റെഗുലേറ്റർ ഉണ്ടോ? ഒരു റെഗുലേറ്റർ ഇല്ലേ? അതിലൂടെയല്ലേ ആ റെഗുലേറ്റർ നമ്മൾ ഓൺ ആക്കുമ്പോഴാണ് ആ ഗ്യാസ് സിലിണ്ടറിലുള്ള ഗ്യാസ് ആ പൈപ്പിലോട്ട് വരുന്നത് അല്ലേ? ആണോ? ആ സിലിണ്ടറിൽ നിന്നുള്ള ഗ്യാസ് പൈപ്പിലേക്ക് വരണമെങ്കിൽ അവിടെയുള്ള റെഗുലേറ്റർ ഓൺ ചെയ്യുമ്പോഴാണ് വരിക അല്ലെ? അതിനെയാണ് നമ്മൾ ഇൻലെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ ഇൻലെറ്റ്, അതായത് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു എൻട്രി പോയിന്റിനെയാണ് നമ്മൾ ഇൻലെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് ഇൻലെറ്റ് എല്ലാവർക്കും മനസ്സിലായോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ. ഇനി ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഗ്യാസ് സിലിണ്ടറിനെ വെച്ച് മാത്രം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗ്യാസ് സിലിണ്ടർ, നമ്മുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ട് അല്ലെ? അതിന് മുകളിലായിട്ട് നമ്മൾ റെഗുലേറ്റേഴ്സ് വെക്കാറുണ്ട്. ആ റെഗുലേറ്റർ ഓൺ ചെയ്യുമ്പോഴല്ലേ ഈ ഗ്യാസ് ആ സിലിണ്ടറിനുള്ളിൽ നിന്ന് ആ ഒരു ട്യൂബിലേക്ക് വരുന്നത് അല്ലേ? ഓഫ് ചെയ്ത് വെക്കുമ്പോൾ ട്യൂബിനുള്ളിലേക്ക് വരുന്നില്ലല്ലോ. ആ ഓൺ ചെയ്യുന്ന ആ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു റെഗുലേറ്ററിന്റെ ആ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണല്ലോ അതിനുള്ളിലേക്ക് ആ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതിന് ആ ഒരു പൈപ്പിലേക്ക് ഗ്യാസ് കയറുന്നത്. അവിടുത്തെ ആ ഒരു എൻട്രി പോയിന്റിനെ, ആ ഗ്യാസ് എൻട്രി ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇൻലെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ഇനി ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? നമ്മുടെ വീട്ടിലെ ഗ്യാസ് തന്നെ വെച്ചെന്ന് പറഞ്ഞേ. ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? എന്ത് ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് പുറത്തേക്ക് ഗ്യാസ് കിട്ടുന്നത്, ഉപയോഗിക്കാനായിട്ട് ഗ്യാസ് കിട്ടുന്നത്? എന്തോൺ ചെയ്യുമ്പോഴാ? അറ്റ് എൻഡ് പോയിന്റില് സ്റ്റൗവിന്റെ റെഗുലേറ്റേഴ്സ് ഉണ്ട് ഇല്ലേ? സ്റ്റൗവിന്റെ റെഗുലേറ്റേഴ്സ് ഇല്ലേ? ഓൺ ആക്കാനും ഓഫ് ആക്കാനുമുള്ള സ്വിച്ചസ് ഉണ്ട് ഇല്ലേ? ആ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുമ്പോഴല്ലേ നമുക്ക് പുറത്തേക്ക് യൂസ് ചെയ്യാൻ ഗ്യാസ് കിട്ടുന്നേ? ആണോ? അതാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇൻലെറ്റ് എന്ന് പറഞ്ഞാല് എൻട്രി പോയിന്റ് ആണ്. ഗ്യാസ് സോഴ്സിൽ നിന്ന് ആ ഒരു പൈപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്കുള്ള എൻട്രി പോയിന്റിനെയാണ് നമ്മൾ ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ ഗ്യാസ് ഡെലിവർ ചെയ്യുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻഡ് പോയിന്റിനെയാണ് നമ്മൾ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? അത് ഓക്കെ. അതൊന്ന് അതെപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. അപ്പൊ നമ്മൾ മിസ് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ പിന്നെ എപ്പോഴാണെങ്കിലും അത് ഈ ഒരു ടേം കേൾക്കുമ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വേറൊരു കൺഫ്യൂഷനും അവിടെ വരുന്ന കാര്യമില്ല കേട്ടോ. ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു മെയിൻ എൻട്രി പോയിന്റും, ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ ആ മെയിൻ എൻട്രി പോയിന്റും, ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ പുറത്തേക്കുള്ള ആ ഒരു എൻട്രി പോയിന്റും ആണ് എന്നൊന്ന് ആലോചിച്ച് മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ നോക്കി, ഇവിടെ outlet are points at which connections can be made to the medical gas piping system to supply under pressure. Outlet എന്ന് പറഞ്ഞാല് points at which connections can be made to the medical gas piping systemത്തിലേക്ക് നമ്മുടെ എക്യുപ്മെന്റുകൾ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഔട്ട്ലെറ്റ് അല്ലേ? നമ്മൾ ഓരോ റൂമുകളിലുമുള്ള ആ ഒരു വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഔട്ട്ലെറ്റുകളുണ്ട്, ശരിയല്ലേ? സ്റ്റേഷൻ ഔട്ട്ലെറ്റുകള്, അതിലോട്ടാണല്ലോ നമ്മൾ ഈ പറയുന്ന എക്യുപ്മെന്റും കാര്യങ്ങളും ഒക്കെ കണക്ട് ചെയ്യുന്നത് ഗ്യാസ് എടുക്കാൻ വേണ്ടി അല്ലെ? അതുപോലെ തന്നെ ഇൻലെറ്റ് എന്ന് പറഞ്ഞ സപ്ലൈ വാക്കം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻലെറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ എൻട്രി പോയിന്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കേണ്ട. അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല എങ്കിൽ പോലും ഔട്ട്ലെറ്റ് എന്താണ്, ഇൻലെറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഇൻലെറ്റ് ഇത്ര മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ആ ഒരു ഗ്യാസ് സിലിണ്ടർ അല്ലെങ്കിൽ ആ പ്രധാന സോഴ്സുകളിൽ നിന്ന് ഗ്യാസിന്റെ ആ ഒരു എൻട്രി പോയിന്റ്, നമ്മുടെ ആ ഒരു പൈപ്പിംഗ് സംവിധാനത്തിലേക്കുള്ള എൻട്രി പോയിന്റിനാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ആ ഒരു എൻഡ് പോയിന്റ്, നമുക്ക്
ഗ്യാസ് വിതരണം ചെയ്യാനായിട്ടുള്ള ആ ഒരു എൻഡ് പോയിന്റ്, അല്ലെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് ഏത് ഉപകരണങ്ങൾ നമുക്ക് ഘടിപ്പിക്കാൻ പറ്റുന്ന ലാസ്റ്റ് എൻഡ് പോയിന്റ് എവിടെയാണോ, എവിടെ നിന്നാണ് നമുക്ക് പുറത്തേക്ക് ഉപകരണങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഗ്യാസ് കിട്ടുന്നത്, ആ ഒരു പോയിന്റിനെയാണ് ആ സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? അതങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിച്ചു വെക്കാം കേട്ടോ. എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിട്ട് മിസ് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, അതൊന്ന് ഓർത്ത് വെക്കണേ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് സെക്കൻഡറി എക്യുപ്മെന്റ്. അപ്പൊ നമ്മുടെ വീടുകളിൽ ഗ്യാസുമായി ബന്ധപ്പെട്ട് ഗ്യാസ് സിലിണ്ടറും ഗ്യാസ് സ്റ്റവും മാത്രമല്ല, അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, ഹോസസ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വയേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ, ചെറിയ ചെറിയ ഹോസ് അല്ലെങ്കിൽ വയേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ സെക്കൻഡറി എക്യുപ്മെന്റിൽ വരുന്നതാ. ഇവിടെയും അതുപോലെ തന്നെ ഹോൾ ഹോഴ്സസ് ഉണ്ട്, ഹോസസ്, ഗ്യാസ് ഫ്ലോ മീറ്ററുകളുണ്ട്. കൃത്യമായിട്ട് ആ ഒരു ഗ്യാസിന്റെ ഫ്ലോ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സ് ഉണ്ട്, ഗേജസ് ഉണ്ട്, വാക്വം റെഗുലേറ്റേഴ്സ് ഉണ്ട്. ആർ നോട്ട് പാർട്ട് ഓഫ് ദ പൈപ്പ് ലൈൻ സിസ്റ്റം. അത് ഒരിക്കലും ആ പൈപ്പ് ലൈൻ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല എങ്കിൽ പോലും ഇത്തരം മെഷർമെന്റുകൾ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയുള്ള എക്സ്ട്രാ ഉള്ള മറ്റ് ഉപകരണങ്ങളുണ്ട്. They can contribute greatly to gas and vacuum consumption. അത് നമുക്ക് ഗ്യാസുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, വാക്വം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങൾ, അതായത് ഇതിന്റെ പൈപ്പ് ലൈൻ സംവിധാനവുമായി ബന്ധപ്പെട്ടല്ലാത്ത എക്സ്ട്രാ കുറച്ച് ഉപകരണങ്ങളുണ്ട്. These items should be checked frequently as part of routine inspection procedures. നമ്മുടെ വീട്ടില് ആ ഒരു ഗ്യാസും സിലിണ്ടറുമായി ബന്ധപ്പെട്ട ആ ഒരു സ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രോസസ്സ് ഇടയ്ക്ക് വന്ന് പരിശോധന നടത്താറില്ലേ? നടത്താറില്ലേ? ഗ്യാസിന്റെ ആ ഒരു ട്യൂബൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് വീട്ടിലെ പരിശോധനയ്ക്ക് ആളുകൾ വരാറില്ലേ? ഇല്ലേ? നിങ്ങളുടെ വീട്ടിലൊന്നും വരാറില്ലേ? ഇടയ്ക്ക് പരിശോധന നടത്താൻ വരാറില്ലേ? പ്രോപ്പർ ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവര് മാറ്റാൻ പറയും അത് അല്ലെ, കുറെ നാൾ ഇത്തരം നാളത്ത് പഴക്കമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വേറെ ഇടാൻ പറയും. അത് തന്നെ. അപ്പൊ ഇവിടെയും അതുപോലെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് പതിവായിട്ട് പരിശോധനകൾ നടത്തുക. സാധാരണ പരിശോധനയുടെ ഭാഗമായിട്ട് ഈ ഇതും പരിശോധിക്കുകയും ആവശ്യമാണെങ്കിൽ അത് എന്ത് ചെയ്യുക, മാറ്റി സ്ഥാപിക്കുകയൊക്കെ വേണം. അപ്പൊ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൈപ്പ് ലൈൻ സംവിധാനം അല്ലെങ്കിൽ സോഴ്സുമായി ബന്ധപ്പെട്ടല്ലാത്ത മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം സെക്കൻഡറി എക്യുപ്മെന്റിൽ വരുന്ന കാര്യമാണ്. ഹോൾ ഹോസസ് വരുന്നുണ്ട്, ഗ്യാസിന്റെ ഫ്ലോയെ മെഷർ ചെയ്ത ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സ് ഉണ്ട്, ഗേജസ് ഉണ്ട്, അതുപോലെ തന്നെ വാക്വം റെഗുലേറ്റ് ചെയ്യാനുള്ള വാക്വം റെഗുലേറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ ആ ഒരു പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ലെങ്കിൽ കൂടി കൃത്യമായിട്ട് ഈ ഗ്യാസിന്റെ കൺസപ്ഷനും കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം പതിവായിട്ട് നമ്മൾ പരിശോധിക്കുകയും ആവശ്യമാണെങ്കിൽ റീപ്ലേസ് ചെയ്യുകയും വേണം. ഇപ്പൊ വേഗം ബാക്കിയുള്ള ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഈ ഭാഗങ്ങളൊന്ന് വായിച്ചിട്ട് വരാം, ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.